ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. എന്താണ് ഇന്നത്തെ എനർജി? എന്താണ് ഇന്ന് യൂണിവേഴ്സ് നമുക്ക് തരുന്ന ഗൈഡൻസ്? എന്തെല്ലാം ബ്ലെസ്സിങ്സ് ആണുള്ളത്? എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നോക്കാം. പോസ്റ്റ് ഇട്ടിരിക്കണേ. നോക്കാം എന്താണ് ഇന്നത്തെ എനർജി. ഫസ്റ്റ് 5 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഇത് പാസ്റ്റിൽ നഷ്ടപ്പെട്ടു പോയതിനെ ഓർത്ത് ദുഃഖിച്ച് നിൽക്കുന്ന ഒരു എനർജിയാണ്. ശരിക്കും ഇതിനൊരു പ്രസൻറ്റ് റെലവൻസ് ഇല്ല. കാരണം എന്താണോ നഷ്ടപ്പെട്ടത് അതിനേക്കാൾ മികച്ചത് നമ്മുടെ ചുറ്റും തന്നെയുണ്ട്. നമ്മളൊന്ന് കണ്ണ് തുറന്ന് നോക്കിയാൽ മാത്രം മതി. അപ്പോൾ നമുക്കുള്ള അവസരങ്ങളും നമുക്കുള്ള ഓപ്പർച്യൂണിറ്റീസും എല്ലാം നമ്മുടെ ചുറ്റും തന്നെയുണ്ട്. നമ്മൾ പാസ്റ്റിൽ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ദുഃഖിക്കുകയോ അല്ലെങ്കിൽ അതിനെ ഓർത്ത് ഇന്നത്തെ അവസരങ്ങളെ നഷ്ടപ്പെടുത്തുകയോ ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനം ഇല്ല. അപ്പോൾ നിങ്ങളോട് ഇന്ന് കിട്ടുന്ന ഗൈഡൻസ്, ചുറ്റും നോക്കുക, കണ്ണ് തുറന്ന് ചുറ്റും നോക്കുക. നിങ്ങൾക്ക് വലിയ വലിയ അവസരങ്ങൾ ചുറ്റുമുണ്ട്. നിങ്ങൾക്ക് വലിയ വലിയ ഡെസ്റ്റിനിയിലേക്കൊക്കെ പോകാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ പഴയതിലോർത്ത് ദുഃഖിക്കുകയോ നിരാശപ്പെടുകയോ ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ സമയം നഷ്ടപ്പെടുമെന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് വേറെ പ്രയോജനമൊന്നും ഇല്ല. അപ്പോൾ ചുറ്റും നോക്കുക, അവസരങ്ങൾ കണ്ടെത്തുക, മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഇന്നത്തെ ഫസ്റ്റ് ഗൈഡൻസ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ദുഃഖിക്കേണ്ട. മനസ്സിൽ ദുഃഖം തോന്നുന്നുണ്ടെങ്കിൽ നമ്മളോട് തന്നെ പറയേണ്ടത്, ഞാനത് കഴിഞ്ഞു പോയ കാര്യമാണ്, അതിനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ മുന്നോട്ട് പോകുക എന്നുള്ളത് മാത്രമാണ് ഈ നിമിഷം ചെയ്യാനായിട്ട് ഉള്ളൂ. ദെൻ രണ്ടാമത്തെ കാർഡ് ഏസ് ഓഫ് സോർഡ്സ് ആണ്. ഇതൊരു മെൻ്റൽ ക്ലാരിറ്റിയുടെ അതുപോലെ ഒരു ന്യൂ കോൺഫ്ലിക്റ്റിൻ്റെയും കാർഡാണ്. ഒരു ന്യൂ പ്രോജക്റ്റിൻ്റെയാണ്. അതുപോലെ ഒരു പുതിയ തുടക്കം എന്നാണ്. ചിലപ്പോൾ നിങ്ങളിന്നൊരു പുതിയ സംരംഭം തുടങ്ങുന്നുണ്ടായിരിക്കും, പുതിയൊരു പ്രോജക്റ്റിൻ്റെ ഭാഗമാവുന്നുണ്ടായിരിക്കും, ചിലപ്പോൾ പുതിയൊരു വഴക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അതിലൂടെ നിങ്ങൾക്കൊരു മെൻ്റൽ ക്ലാരിറ്റി വരുന്നുണ്ടായിരിക്കും. നമുക്ക് ക്ലാരിറ്റി ഉണ്ടാവുക എന്ന് പറയുമ്പോൾ നമുക്ക് മിക്കവാറും കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരുമ്പോഴോ കമ്മ്യൂണിക്കേഷനിൽ ക്ലാരിറ്റി ഇല്ലാതെ വരുമ്പോഴോ ആണ് മിക്കവാറും കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവാറുള്ളത്. അപ്പോൾ അതുണ്ടാവാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമുക്കൊരു മെൻ്റൽ ക്ലാരിറ്റി എപ്പോഴും അത്യാവശ്യമാണ്. നമ്മളത് നേടിയെടുക്കുക എന്നുള്ളതാണ്. ക്ലാരിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എവിടെയാണോ ഒരു വേഗ്നെസ് ഫീൽ ചെയ്തിരുന്നത്, എന്താണ് നടക്കുന്നത് നിങ്ങൾക്ക് എവിടെയാണോ മനസ്സിലാവാതിരുന്നത്, അവിടെ നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ടാകും, മെൻ്റൽ ക്ലാരിറ്റി ഉണ്ടാവും എന്നാണ് ഏസ് ഓഫ് സോർഡ്സ് പറയുന്നത്. നെക്സ്റ്റ് ടെമ്പറൻസ് ആണ്. ഇതൊരു വഴക്കും കോംപ്രമൈസും തന്നെയാണ് കേട്ടോ. ഇത് ഒരുപക്ഷെ പറഞ്ഞ വാക്ക് പാലിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കാം. അപ്പോൾ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നതും അതിനുശേഷം അത് കോംപ്രമൈസ് ആവുന്നതുമാണ് കേട്ടോ. ഇത് കോംപ്രമൈസ് അല്ലെങ്കിൽ ബാലൻസിലേക്ക് വരുന്നു. ഒരു ടെമ്പറൻസ് പറയുന്നത് ബാലൻസിൻ്റെയും കോംപ്രമൈസിൻ്റെയും കാർഡാണ്. അതുപോലെ ഇന്നേ ദിവസം നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക, ആവശ്യമുള്ള പണം മാത്രം വിനിയോഗിക്കുക, ആവശ്യമുള്ള വർത്തമാനം മാത്രം പറയുക, എല്ലാം ഒരു ബാലൻസിൽ വേണം എന്നുള്ളതാണ്. അല്ല എങ്കിൽ നമുക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് നമ്മളൊരു ബാലൻസിൽ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ടെമ്പറൻസ്. കോംപ്രമൈസ്, ബാലൻസ് എന്നൊക്കെ പറയുന്നത്. ഇതൊരു വഴക്കൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് കോംപ്രമൈസ് ആയി പൊക്കോളും, പേടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. ദെൻ 6 ഓഫ് സോർഡ്സ്. ഇത് മേ ബി ഒരു സെപ്പറേഷൻ ആവാം, ഒരു നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറിപ്പോകുന്നതായിരിക്കും. ഇപ്പം നമ്മൾ നിൽക്കുന്ന ഇടം ഭയങ്കര ബുദ്ധിമുട്ടുള്ള സ്ഥലമാണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് മാറിപ്പോകുന്നതായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ റീലൊക്കേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറിപ്പോകുന്നതായിരിക്കാം. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറി ജോലിക്ക് പോകുന്നതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഈ സ്ഥലത്തുനിന്ന് ഓടി രക്ഷപ്പെട്ടാൽ മതി എന്ന് തോന്നുന്നതായിരിക്കാം. ചിലപ്പോൾ ചില ആളുകൾ ബന്ധത്തിൽ നിന്ന്, റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതായിരിക്കാം. അത്തരത്തിലുള്ള ഒരു എനർജിയാണ് 6 ഓഫ് സോർഡ് എന്ന് പറയുന്നത്. സമാധാന ഇല്ലായ്മയിൽ നിന്ന് സമാധാനമുള്ളവരിടത്തേക്ക് പോകാൻ ശ്രമിക്കുന്ന ഒരു എനർജിയാണിത്. അപ്പം മൂവിങ് എവേ ആണ്, ഇമോഷണൽ ഡിറ്റാച്ച്മെൻ്റ് ആണ്, സമാധാനമില്ലായ്മയാണ് ഉള്ളത്. അവിടെ നിന്നും സമാധാനം തേടി ഒരു യാത്ര പോകുന്നതാണ്. മേ ബി കടബാധ്യതയൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ചിലപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വിദേശത്തേക്കോ മറ്റോ പോകുന്നതായിരിക്കും. ഇതൊരു യാത്രയുടെ കാർഡാണ്. അത്ര സുഖകരമായ ഒരു യാത്രയല്ല എന്നാണ് 6 ഓഫ് സോർഡ് പറയുന്നത്. ഓക്കെ, വീണ്ടും 5 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്, ഇതും ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവുന്നതോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതോ പോലുള്ളൊരു എനർജി ഉണ്ട്. ചിലപ്പോൾ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നതായിരിക്കാം, അത് കോംപ്രമൈസ് ആകാൻ ശ്രമിക്കുന്നതായിരിക്കാം, അതിൽ നിന്ന് ചിലപ്പോൾ മൂവ് ഓൺ ചെയ്ത് പോകുന്നതായിരിക്കാം. ഇവിടെ ഒരു ഫിനാൻഷ്യൽ ലോസ് കാണുന്നുണ്ട്, പണം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ പണം കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിക്കുക.
ആവശ്യമില്ലാത്തടത്ത് പണം സ്പെൻഡ് ചെയ്യരുത്. ഇന്നിപ്പോൾ നിങ്ങളൊരു ട്രാൻസാക്ഷൻ ചെയ്തു, പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ അത് പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആയില്ല എന്ന് കണ്ടാൽ വീണ്ടും വീണ്ടും നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യരുത്. ചെയ്താൽ ആ പണം നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വീണ്ടും വീണ്ടും പേയ്മെൻറ്റ് ചെയ്യരുത്. അതുപോലെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ പോയിട്ട് പർച്ചേസ് ചെയ്യരുത്. ആവശ്യമുള്ള സാധനങ്ങൾ എഴുതി കൊണ്ടുപോയി സാധനം വാങ്ങിച്ചിട്ട് വരുന്നതായിരിക്കും നല്ലത്. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. പിന്നെ ചിലപ്പോൾ മേ ബി നിങ്ങൾക്ക് വിലപിടിപ്പുള്ള സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നതാവാനും സാധ്യതയുണ്ട്. പിന്നെ ഇതൊരു ശാരീരികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടിനെ കുറിച്ചാണ്. കാലിന് പ്രശ്നം, കാലിന് വേദനയായിരിക്കാം, നടക്കാൻ പ്രയാസം വരുന്നതായിരിക്കാം, കൈക്കായിരിക്കാം, ഷോൾഡറിനായിരിക്കാം, കഴുത്തിനായിരിക്കാം കേട്ടോ. അങ്ങനെയുള്ള പെയിനുകൾ വരുന്നതായിരിക്കാം. അല്ലെങ്കിൽ നടക്കാനും ഈ ഉള്ളൊരു പ്രയാസം നേരിടുന്ന ഒരു എനർജിയാണ്. പിന്നെ മാനസികമായിട്ടും കുറച്ച് സമ്മർദ്ദം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്നല്ല, ഈ നെഗറ്റീവ് തോട്ടുകൾ വരുമ്പോഴെല്ലാം നമ്മൾ ഐ ആം ഡിവൈൻലി പ്രൊട്ടക്റ്റഡ് എന്ന് പറയുക, ഐ ആം വെരി മച്ച് പോസിറ്റീവ് എന്ന് പറയുക, ഐ ആം വെരി ഹാപ്പി എന്ന് പറയുക. നമ്മൾ ആ എനർജിയെ നേരെ ഓപ്പോസിറ്റ് ആക്കി വെക്കുക. നമ്മൾ ഏത് നെഗറ്റീവ് ഒരു ഇതിലോട്ട് പോകുന്നോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള അഫർമേഷൻസ് പറയുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ പണം നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകം സൂക്ഷിക്കണം. അതുപോലെ നമുക്ക് പണം, എൻ്റെ പൈസ ഇല്ലല്ലോ, എനിക്ക് മാത്രം പൈസ ഇല്ല, അല്ലെങ്കിൽ എനിക്കത് ചെയ്യണം ഇത് ചെയ്യണം പക്ഷേ പൈസ ഇല്ല എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ കൂടെ വരുന്നതാകാനും സാധ്യതയുണ്ട് കേട്ടോ. ഈ കാല കൈയൊക്കെ ടേക്ക് കെയർ ചെയ്യുക, ബോഡി നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യുക. നമുക്ക് അവസാനം അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മുടെ കൂടെ എന്തുണ്ടെന്ന് ചോദിച്ചാൽ നമ്മുടെ ശരീരം മാത്രമേ ഉള്ളൂ, വേറൊന്നും നമ്മുടെ സ്വന്തമല്ല. നമ്മുടെ ആത്മാവും നമ്മുടെ ശരീരം മാത്രമാണ് നമ്മുടെ കൂടെയുള്ളൂ. നമ്മുടേതെന്ന് പറയുന്നത് നമ്മൾ പറയുന്ന രീതിയിൽ പ്രവർത്തിപ്പിക്കാൻ പറ്റുന്നത്. ഈ ശരീരം എന്ന് പറയുന്നതും എല്ലായ്പ്പോഴും എല്ലാ കാലവും നമ്മുടെ ആഗ്രഹത്തിനൊത്ത് പ്രവർത്തിക്കുന്ന സാധനമല്ല. അപ്പോൾ നമ്മുടേതെന്ന് പറയാൻ നമുക്കത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനെ ഏറ്റവും കൂടുതൽ നന്നായി പരിപാലിക്കുക. നമ്മളതിനെ ടോർച്ചറൊക്കെ ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ശരീരത്തിനെയും നമ്മുടെ മനസ്സിനെയും നമ്മൾ നന്നായിട്ട് സ്നേഹിക്കുക എന്നുള്ളതാണ് ഇത് കേട്ടോ. നെക്സ്റ്റ് നൈറ്റ് ഓഫ് കപ്സ് ആണ്. ഇത് വഴക്കുണ്ടാക്കുന്നതും ഇറങ്ങിപ്പോകുന്നതും മോൺ ചെയ്ത് പോകുന്നതും തല്ലിപ്പിരിയുന്നതും ഒക്കെ കാണുന്നുണ്ട്. അതിനുശേഷം എന്താ നൈറ്റ് ഓഫ് കപ്സ് ഒരു കാർമിക് സിറ്റുവേഷൻ എന്തായിട്ട് നമ്മളിലേക്ക് നമുക്ക് നഷ്ടപ്പെട്ട കാര്യങ്ങൾ തിരിച്ചു വരുന്നതായിരിക്കും കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട എന്തെങ്കിലും വിലപിടിപ്പുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതായിരിക്കാം. നിങ്ങളുടെ അടുത്ത് നിന്ന് ഇറങ്ങി പോയിട്ടുള്ള ആളുകൾ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നതായിരിക്കാം. നഷ്ടപ്പെട്ടു പോയിട്ടുള്ള വിശ്വാസം നിങ്ങളിലേക്ക് വീണ്ടും നിങ്ങളിലേക്ക് വരുന്നതായിരിക്കാം. അത്തരത്തിലുള്ള എനർജിയാണ് നൈറ്റ് ഓഫ് കപ്സ്. അതായത് പതുക്കെ നിങ്ങളിലേക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു സ്നേഹം നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു. നിങ്ങൾ കാത്തിരുന്ന ഒരു സ്നേഹം നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ്. മേ ബി സെപ്പറേഷൻ ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, പഴയ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതാവാൻ സാധ്യതയുണ്ടെന്നാണ് നൈറ്റ് ഓഫ് കപ്സ് പറയുന്നത്. ദെൻ ക്യൂൻ ഓഫ് സോഡ്സ് പറയുന്നത് ചോദ്യം ചെയ്യപ്പെടുക, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയെ മറ്റുള്ളവർ ജഡ്ജ് ചെയ്യുക, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ശരിയാണോ എന്ന് മറ്റുള്ളവർ അനലൈസ് ചെയ്യുക, അതിനെ നമ്മൾ ചോദ്യം ചെയ്യുന്നതായിരിക്കും, നമ്മളെ അവർ ചോദ്യം ചെയ്യുന്നതായിരിക്കും. അത്തരത്തിലുള്ള എനർജിയാണ് ക്വീൻ ഓഫ് സോഡ്സ് എന്ന് പറയുന്നത്. ഈ ക്വീൻ ഓഫ് സോഡ്സിനകത്ത് ക്ലാരിറ്റിയാണ് മെയിൻ പ്രശ്നം. നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊരു ധിക്കാരിയും ധാർഷ്ട്യക്കാരിയുമായിട്ടുള്ളൊരു സ്ത്രീ എന്ന് വേണമെങ്കിൽ പറയാം. ഫെമിനൈൻ എനർജി ആണെന്ന് തോന്നുമെങ്കിലും മാസ്കുലൈൻ എനർജി ഉള്ളൊരു ഫെമിനിനിറ്റിയാണ്. അതായത് ആണുങ്ങളെപ്പോൾ പെരുമാറുന്ന ഒരു പെണ്ണാണ്. അപ്പോൾ അത്രയും ഒരു അഡമൻ നേച്ചറായിരിക്കും. അത്രത്തോളം നല്ല ബോൾഡ് ആൻഡ് സ്ട്രോങ് ആയിട്ട് തീരുമാനം എടുക്കുകയും അങ്ങനെ മറ്റുള്ളവരെ വരച്ച് വരയിൽ നിർത്തുക, വിറപ്പിക്കുക എന്നൊക്കെ പറയുന്ന എനർജിയില്ലേ, അതാണ് ക്വീൻ ഓഫ് സോഡ്സ് കേട്ടോ. അതായത് നമുക്ക് പറയാനുള്ളത് മുഖത്ത് നോക്കി മുഖത്തടിച്ചതുപോലെ പറയുക എന്നുള്ളൊരു എനർജിയാണ് ക്വീൻ ഓഫ് സോഡ്സ്. അപ്പം ഇന്ന് നിങ്ങൾക്ക് അത്തരത്തിലുള്ള എനർജി ഉണ്ടായിരിക്കാം, പക്ഷെ അത് നമുക്ക് ശത്രുക്കളെ സൃഷ്ടിക്കാനേ കാര്യമാവത്തുള്ളൂ. അതുകൊണ്ട് മാക്സിമം അത്തരം എനർജിയെ നമ്മൾ വിത്ത്ഹോൾഡ് ചെയ്യാനാണ് ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ മറ്റുള്ളവർക്ക് അങ്ങനെ ഒരു എനർജി ഉണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്തുനിന്നും അതേ എനർജി കൊടുത്താൽ അവിടെ ഭയങ്കരമായ കോൺഫ്ലിക്റ്റ് ഉണ്ടാകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പതുക്കെ അവരൊന്ന് സമാധാനത്തിലാവുന്നത് വരെ നമ്മളൊന്ന് കുറച്ചൊന്ന് സമാധാനത്തിലിരിക്കുന്നതായിരിക്കും നല്ലത്. നെക്സ്റ്റ് ക്വീൻ ഓഫ് കപ്സ് ആണ്. ക്വീൻ ഓഫ് കപ്സ് നമുക്ക് മറ്റുള്ളവരോട് വളരെ സ്നേഹം തോന്നുന്നതും നമുക്ക് മറ്റുള്ളവരോട് അലിവ് തോന്നുന്നതും ദയ തോന്നുന്നതും ഒക്കെയാണ്. മറ്റുള്ളവർക്ക് ക്ഷമിച്ചു കൊടുക്കാമെന്ന് തോന്നുന്നതാണ്. ഫൊർഗീവ്നെസ് ആണ്. ഹീൽ ചെയ്യുന്നതാണ്. നമ്മൾ ഹീൽ ചെയ്യപ്പെട്ടേക്കാം, അല്ലെങ്കിൽ നമ്മളിതിങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുന്നത് കൊണ്ട് കാര്യമില്ലെന്ന് വിചാരിച്ചിട്ട് നമ്മൾ തന്നെ ഹീൽ ചെയ്യുന്നതായിരിക്കാം. മറ്റുള്ളവരെ നമ്മൾ ഹീൽ ചെയ്യുന്നതായിരിക്കാം. മറ്റുള്ളവർക്ക് നമ്മൾ സന്തോഷം സമാധാനം പറഞ്ഞു കൊടുക്കുന്നതായിരിക്കാം, ഗൈഡൻസ് പറഞ്ഞു കൊടുക്കുന്നതായിരിക്കാം. മറ്റുള്ളവരോട് അൺകണ്ടീഷണൽ ലവ് തോന്നുന്നതായിരിക്കാം. നമുക്ക് തോന്നുന്ന സന്തോഷം സമാധാനം എല്ലാം മറ്റുള്ളവർക്കും കൂടെ വേണം എന്ന് ആഗ്രഹിക്കുന്നതായിരിക്കാം. അവർക്കും കൂടി നമ്മൾ എന്തെല്ലാം കയ്യിലുള്ളതൊക്കെ പങ്കിട്ട് കൊടുക്കുന്ന ഒരു എനർജിയാണ് ക്വീൻ ഓഫ് കപ്സ് കേട്ടോ. ലാസ്റ്റ് കാർഡ് ടവർ. ടവർ അപ്രതീക്ഷിതമായ തിരിച്ചടിയെന്നോ വഴക്കെന്നോ
ഒക്കെയാണ് ഈ ടവർ പറയുന്നത്. അതായത് പെട്ടെന്ന് നമ്മുടെ മാനസിക നിലയിൽ മാറ്റം വരുന്നതാണ്, പെട്ടെന്ന് നമുക്കൊരു തിരിച്ചടി കിട്ടുന്നതാണ്. നമ്മുടെ ഈഗോയ്ക്ക് പെട്ടെന്ന് ഏൽക്കുന്ന തിരിച്ചടിയായിരിക്കാം, നമ്മൾ വിചാരിച്ചു വെച്ചിരുന്ന എല്ലാം തെറ്റാണെന്ന് മനസ്സിലാവുന്നതായിരിക്കാം, ചിലപ്പോൾ നല്ലൊരു കോൺഫ്ലിക്റ്റ് വഴക്കുണ്ടാവുന്നതായിരിക്കാം, ചിലപ്പോൾ വീഴുന്നതായിരിക്കാം, എവിടെയെങ്കിലും ഉയരത്തിൽ നിന്ന് വീഴുന്നതോ എവിടെയെങ്കിലും പോയി ഇടിക്കുന്നതോ ഒക്കെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള എനർജീസൊക്കെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ കാണുവാണ് ഇങ്ങനെയുള്ള എനർജികളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. ടവർ വഴക്കുണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കുറേയൊക്കെ നമ്മൾ അനുഭാവപൂർവ്വം പരിഗണിക്കാൻ ശ്രമിക്കുക, കുറച്ചൊക്കെ നമ്മൾ ക്ഷമിച്ചു കൊടുക്കുക. പിന്നെയും വഴക്കാണ് എങ്കിൽ നമ്മൾ തൽക്കാലം ഒന്ന് മിണ്ടാതിരിക്കുക, പറയാൻ അവസരം ഉണ്ടല്ലോ. അപ്പോൾ അന്നേരം തന്നെ തിരിച്ച് പറഞ്ഞ് വലിയ വഴക്കാക്കാതെ ഒന്ന് ക്ഷമിക്കുക. അതിന് ശേഷം സമയം പോലെ ഒരാൾ തണുത്ത് കഴിയുമ്പോൾ മറ്റേ ആളൊന്ന് പ്രതികരിക്കുന്നതായിരിക്കും നല്ലത്. വഴക്കിൻ്റെ കാർഡുണ്ട്, അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം. 6 ഓഫ് പെൻറ്റക്കിൾസ്, പണം അനാവശ്യമായിട്ട് ചിലവാക്കാൻ പാടില്ല. പണം നിങ്ങളിലേക്ക് വരികയും ആ പണം നിങ്ങളിൽ നിന്ന് പോവുകയും ചെയ്യുന്ന എനർജി ഉണ്ട്. ചിലവാക്കുന്ന പണം അർഹതയുള്ള ആളുകൾക്കാണോ ചിലവാക്കുന്നതെന്ന് ആലോചിക്കണം. പിന്നെ പണമായാലും സ്നേഹമായാലും സൗഹൃദമായാലും എന്ത് തന്നെയായാലും നമ്മൾ കൊടുക്കുന്നത് അർഹതപ്പെട്ട കൈകളിലേക്കാണോ എന്നുള്ളത് കൃത്യമായി നമ്മൾ നോക്കണം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ഈ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ കമൻറ്റ് കൂടെ ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നാളെ മറ്റൊരു വീഡിയോ കാണാം. താങ്ക് യു സോ മച്ച്.